മരണമില്ലാതെ ഒരാളും ഉണ്ടായിട്ടില്ല. ഇവൻ വിഷം കഴിക്കുമ്പോഴും ഓം നാരായണായ നമ. അപ്പം ഭഗവാനാണ് അത് ഏറ്റെടുക്കുന്നത്. ഇത് ചെയ്യുമ്പോഴും ഈശ്വരനാമം വിളിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരു ആപത്തും വരില്ല. സന്യാസിയാണ് സുഖമില്ലാതെ ആസ്പത്രി കിടന്ന് ചത്തിട്ട് സമാധി ഇരുത്തുന്ന കാലമാണ് ഇന്നത്തെ കാലം. അപ്പോൾ മരണം നിശ്ചയമാണ്, ജനിച്ച മരണം ഉറപ്പാണ്. നമസ്കാരം സ്വാമി. നമസ്കാരം. ഈ പുരാണ കഥകളിലെല്ലാം കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എല്ലാവർക്കും അതിനകത്തിലെ മിക്ക ക്യാരക്ടേഴ്സിനും മിക്കവരും ഈ അസുര ഗണങ്ങളിൽപ്പെട്ട ആൾക്കാരായിരിക്കും. മരണത്തെ ജയിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരായിരുന്നു. അതിനു വേണ്ടിയിട്ട് ദേവന്മാരെ പൂജിച്ച് തപസ് ചെയ്ത് വരം ചോദിക്കുന്നതും എങ്ങനെ മരണത്തെ ജയിക്കാം എന്നുള്ളതാണ്. ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ മരണത്തെ ജയിക്കാൻ പറ്റും? ഇന്ന് വരെയുള്ള സനാതനധർമ്മത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്ത മരണമില്ലാതെ ഒരാളും ഉണ്ടായിട്ടില്ല. ഏതെല്ലാം രീതിയിൽ മേടിച്ചാലും അവസാനം അവനെ അതിലൊരു സോഴ്സ് കണ്ടെത്തി അവനെ വധിക്കും. അതാണ് ഹിരണ്യകശിപുവിൻ്റെ ഒരു കാര്യം നമ്മൾ കഥയിലൂടെ പറയുന്നത്. അദ്ദേഹം വർഷങ്ങളോളം തപസ് ചെയ്തിട്ടാണ് ബ്രഹ്മദേവനെ പ്രത്യക്ഷപ്പെടുത്തി വരം മേടിക്കുന്നത്. അദ്ദേഹം ചോദിക്കണം, ആയുധങ്ങളാൽ എനിക്ക് മരണം വരാൻ പാടില്ല, രാത്രിയും പകലും എന്നെ കൊല്ലാൻ പാടില്ല, അകത്തും പുറത്തും വെച്ച് എന്നെ കൊല്ലാൻ പാടില്ല, ഗ്രഹത്തിൻ്റെ അകത്തും പുറത്തും വെച്ച് കൊല്ലാൻ പാടില്ല. എന്നിട്ടും അയാൾ മരിച്ചില്ലേ? പ്രഹ്ലാദന് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ എന്തോ ഒരു മുജ്ജന്മ സുഹൃത്തും കൊണ്ട് നാരദാശ്രമത്തിൽ ഗർഭകാലത്ത് ഇരിക്കാനും കുട്ടിക്ക് ഏതാണ്ട് 7-ാം മാസമായ ജീവപ്രവേശമായി എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് 7 മാസവും അമ്മമാരോടൊക്കെ ഉറക്കം നാമം ചൊല്ലാൻ പറയും. അത് ആ കുട്ടി കേൾക്കുമെന്നുള്ളത്. അങ്ങനെ നാരായണ നാരായണ ജാമം അവൻ ഗർഭാവസ്ഥയിൽ കേട്ട് വളർന്നുകൊണ്ടാണ് ജനിച്ചപ്പോൾ മുതൽ നാരായണനാമം ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹം എല്ലാ ദൈവങ്ങളെയും നിഷേധിച്ച് ഹിരണ്യായ നാമം ചൊല്ലിക്കൊണ്ടിരിക്കാനാണ് പറഞ്ഞത്. പല ഗുരുക്കന്മാരുടെ അടുത്ത് പീഡനങ്ങളൊക്കെ വിട്ട് അവസാനം പല ഉപദേശം നടത്തിയിട്ടും ഇവൻ്റെ കൂടെ ഗുരുവിൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരെ പറഞ്ഞാൽ അവരെ നാരായണ ഭക്തരാക്കലാണ് പ്രഹ്ലാദൻ്റെ സ്വഭാവം. അവസാനം ഗതി കെട്ടിട്ടാണ് അവന് വിഷം കൊടുത്തു നോക്കി, മരിക്കുന്നില്ല. ഇവൻ വിഷം കഴിക്കുമ്പോഴും ഓം നാരായണായ നമ. അപ്പം ഭഗവാനാണ് അത് ഏറ്റെടുക്കുന്നത്. ആനപ്പുറത്തുനിന്ന് ആനയെ കൊണ്ട് ചവിട്ടിച്ച് ചവിട്ടുന്ന സമയത്ത് ഓം നാരായണായ നമ. അപ്പം ഈ മന്ത്രത്തിന് ശക്തി, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മന്ത്രത്തിന് ശക്തി ഉണ്ടെന്നുള്ളതിൻ്റെ തെളിയിക്കുന്ന ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രഹ്ലാദ ചരിതം. പാറപ്പുറത്തും ഉരുട്ടി താഴത്തേക്ക് ഇട്ട് അപ്പോഴും നാരായണനാമം. എന്ത് ചെയ്യുമ്പോഴും ഈശ്വരനാമം വിളിച്ചുകൊണ്ടിരിക്കുന്നവന് ഒരു ആപത്തും വരില്ല. അതുകൊണ്ടാണ് ഹിരണ്യാക്ഷനെ വധിക്കാൻ നേരത്ത് സകല തോറ്റിട്ട് നിന്റെ നാരായണൻ എവിടെ ഇരിക്കണമെന്ന്, ഈ ചരാചരങ്ങളിലെല്ലാം എൻ്റെ നാരായണൻ നിറഞ്ഞു നിൽക്കുകയാണെന്ന് പറയാൻ പ്രഹ്ലാദൻ സാധിച്ചപ്പോൾ ഈ അടുത്ത് നിൽക്കണ ഈ തൂണിലുണ്ടോ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് തൂണ് വെട്ടി. മനുഷ്യനുമല്ല മൃഗമല്ല. കാരണം ഇദ്ദേഹം വരം മേടിച്ചിട്ടുണ്ട്, മനുഷ്യരാൽ കൊല്ലാൻ പാടില്ല, ദേവന്മാരെ കൊണ്ടാൻ പാടില്ല, മൃഗങ്ങളെ കൊണ്ട് കൊല്ലാൻ പാടില്ല, ആയുധങ്ങളാൽ മരിക്കപ്പെടില്ല. ഇതൊക്കെ വരം മേടിച്ചാണ് മരിക്കൂലെന്ന് ഉറപ്പായിട്ട് ജീവിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഇത്ര അഹങ്കാരമൊക്കെ വന്നത്. ലാസ്റ്റ് ഉടല് മനുഷ്യൻ്റെ ബാക്കി സിംഹത്തിൻ്റെ മുഖമായിട്ടുള്ള നരസിംഹമായിട്ടാണ് അവതാരം വന്നത്. അത് സന്ധ്യാസമയത്താണ്, പകലുമല്ല രാത്രിയല്ല, അകത്തുമല്ല പുറത്തുമല്ല, വാതിൽപ്പടിയിൽ ഇരുന്നിട്ടാണ് ഇയാളെ പിടിച്ച് അയാളുടെ കൈനഖം കൊണ്ട് വലിച്ചു കീറി. ആയുധങ്ങൾ കൊണ്ട് കൊല്ലാൻ പാടില്ല. കുടലുമാല എടുത്ത് നരസിംഹം ഹിരണ്യാക്ഷനെ കൊല്ലുന്നു. അപ്പം ഇതേപോലെ ഏത് ത്രിപുരന്മാരുടെ കഥ പറയും. ഒരാൾ സ്വർണ്ണ ഗോപുരവും ഒരാൾ വെള്ളി ഗോപുരവും മറ്റു ചെമ്പിൻ്റെ കൊട്ടാരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾക്ക് മരിക്കാൻ പാടില്ല, മരിക്കാത്ത വരം തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അടുത്ത ഇവർ ചെയ്യുന്ന സൂത്രമാണ്, ഇത്ര കൊല്ലം കഴിയുമ്പോൾ ഞങ്ങളുടെ വീടുകളൊക്കെ ഒന്നിച്ചു വരുന്നൊരു സമയമുണ്ട്, ആ സമയത്ത് ആരെങ്കിലും ആയുധം പ്രയോഗിച്ചാൽ മരിച്ചോട്ടെ, അല്ലെങ്കിൽ മരിക്കാൻ പാടില്ല. അപ്പോൾ 1000 കൊല്ലത്തിന് ശേഷോട്ടാണ്. ഒരു എക്സാമ്പിൾ കണക്ക് കറക്റ്റ് എനിക്കറിയില്ല, ഉദ്ദേശം ഞാൻ ആ കഥ കൊണ്ട് മനസ്സിലാക്കിയത്. കൂടുമ്പോഴേ ഒരു ഒന്നിച്ച് 3 ജ്യേഷ്ഠന്മാരും ഒന്നിച്ച് കാണുന്നത്. ഭയങ്കര ശിവഭക്തന്മാരുമാണ് ഇവർ. അവസാനം ഈശ്വര ഇച്ഛയിൽ ഇവർ ഒന്നിച്ച് കൂടിയ സമയത്ത് സകല ദേവന്മാരും തോറ്റെങ്കിലും ആ സമയത്ത് ഇവർ വധിക്കപ്പെടേണ്ടുണ്ടായത്. കഥ പറഞ്ഞു നേരം കളയാനല്ല ഞാൻ പറയുന്നത്. അപ്പോൾ മരണം നിശ്ചയമാണ്, ജനിച്ച മരണം ഉറപ്പാണ്. ഇന്ന് വരെയുള്ള ഭൂമി ചരിത്രത്തിൻ്റെ ഓരോ ഏടുകൾ എടുത്താലും ആര് ജനിച്ചിട്ടുണ്ടെങ്കിലും മരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈജിപ്തിൽ പിരമിഡുകളൊക്കെ വെച്ചിട്ട് പഴയ ശിലകളൊക്കെ ഉണ്ടാക്കി കാണിക്കാന്നല്ലാതെ ജീവനോടെ ആരെയും കണ്ടിട്ടില്ല. അപ്പൊ ഈ ജീവസമാധി എന്നൊക്കെ അത് നമ്മുടെ ക്രിയായോഗികളും പലരും കാണിച്ചു തന്ന മാർഗമുണ്ട്. പിന്നെ എനിക്ക് അനുഭവസ്ഥനായിട്ട് ഞാൻ കുറച്ച് നാൾ ക്രിയ പ്രാക്ടീസ് ചെയ്തിരുന്നു. മുഴുവൻ ഇപ്പോഴും പൂർണ്ണത്തിൽ എത്തിയിട്ടില്ല കേട്ടോ. കാരണം 6 ചക്രങ്ങൾ ഉണർന്ന് ശരിക്കും സമാധി എന്ന് പറഞ്ഞാൽ
6 ചക്രങ്ങൾ ഉയർന്ന സഹസ്രാരത്തിലെത്തി നമ്മൾ ഇരുന്നു കൊണ്ട് ഞാൻ നാളെ മരിക്കാൻ പോവുകയാണെന്ന് ശിഷ്യന്മാരോട് പറയും. ഞാൻ ഇന്ന സമയത്ത് ഇവിടെ സമാധിയാവും. അപ്പോൾ അയാൾ ആ ഇരിക്കേണ്ട സ്ഥലങ്ങളൊക്കെ ഭൂമിക്ക് കുഴിച്ച് അവിടെ ഇരിക്കും. അതിന് ഭൈരവസ്വാമി തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു പണ്ട് കാലത്ത്. അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഞാൻ നേരിട്ട് കണ്ടതല്ല, ഹിസ്റ്ററിയിലൂടെ ചരിത്രം പഠിച്ചതാണ്. അദ്ദേഹം ശിഷ്യഗണങ്ങളോടൊക്കെ പറഞ്ഞ് അവസാന കാലത്ത് ഈ ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള സ്വാമിയായിരുന്നു. ക്രിയായോഗ ആചാര്യനുമാണ് അദ്ദേഹം പട്ടണ പ്രദക്ഷിണം എന്ന് പറയും. അന്ന് ഏറ്റവും വലിയ വാഹനം കാളവണ്ടിയാണ്. ഭാര്യയും എല്ലാം കൊണ്ടുനടന്ന് എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി, അവർക്ക് അവസാനം എന്തൊക്കെ ആഗ്രഹമുണ്ട് അതൊക്കെ നിറവേറ്റി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞാൻ പോകാൻ പോവുകയാണ്, ഇനി എന്നെ അന്വേഷിക്കരുതെന്ന് പറയും. എന്നിട്ട് ആശ്രമത്തിൽ വന്ന് ശിഷ്യനോട് പറയുകയാണ്, ഞാൻ ഇന്ന് 3 മണിക്ക് സമാധിയാവും. ഞാനിതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിരുന്നിട്ട് നമ്മുടെ ആ സഹസ്രാരം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നൊരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഈ ശിരസിൽ നിന്ന് കിട്ടുമ്പോൾ ഒരു പാട ഇങ്ങനെ താന്നു പോണത് കാണാം. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. കൊച്ചു കുട്ടികൾ 56 ദിവസത്തിന് നോക്കിക്കഴിഞ്ഞാൽ ജനിച്ച കൊച്ചിട്ട് ഇവിടെ നിന്ന് ഈ പടം താന്നു. അവിടെ നിന്ന് നമ്മൾ ആ സഹസ്രാരം തുറന്നാണ് നമ്മൾ സമാധിയാവുന്നത്. അപ്പോൾ അവിടെ ഒരു പുക പോലെ വെള്ളത്തിലൂടെ ഇങ്ങനെ കാണും. അപ്പോൾ പറയും, ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പുക പോലെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ സ്ലാവിട്ട് മൂടാൻ പറയും. അതാണ് ശരിക്കും ജീവസമാധി എന്ന് പറയുന്നത്. അല്ല സന്യാസിയാണ് സുഖമില്ലാതെ ആസ്പത്രി കിടന്ന് ചത്തിട്ട് സമാധി ഇരുത്തുന്ന കാലമാണ് ഇന്നത്തെ കാലം. അത് എൻ്റെ അറിവിൽ തെറ്റായിട്ടാണ് ഞാൻ പഠിച്ചാക്കണം. ഇനി പല ഗുരുക്കന്മാരും അറിവുള്ളവർ തിരുത്തി തന്നാൽ ഞാൻ തിരുത്താൻ തയ്യാറുമാണ്. കാരണം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മരിക്കുന്ന സന്യാസീനെ ഭസ്മവും കർപ്പൂരവും മറ്റു സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഈ ശരീരം അവിടെ വെക്കുന്നത്. പക്ഷെ അപ്പം ജീർണിച്ചു പോകില്ല, അയാൾക്കൊരു മോക്ഷവും കിട്ടൂല. അവിടെ കിടന്ന് ഇരുന്ന് ഇരുപ്പിലായി പോകും. പക്ഷെ വെറുതെ കുഴിച്ചിട്ട പഞ്ചഭൂതങ്ങളിൽ ലയിച്ചു പോകും. നമ്മൾ പഞ്ചഭൂതങ്ങളിൽ നിന്നാണെങ്കിൽ ജനിച്ചാക്കണം അല്ലേ? അന്നമയകോശം, പ്രാണമയകോശം, വിജ്ഞാനകോശം, ജ്ഞാനമയകോശം, ഇങ്ങനെ പഞ്ചകോശങ്ങളും പഞ്ചഭൂതങ്ങളും, ആകാശം, ഭൂമി, വായു, ജലം, അഗ്നി, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ, ഇതെല്ലാം ബന്ധപ്പെട്ടാണ് മനുഷ്യർ. നമ്മൾ 21 ഓങ്കാരമൊക്കെ ജപിക്കാൻ പറയും. 18 പടികളും കടന്ന് അവിടെ ചെല്ലുമ്പോൾ അയ്യപ്പനെ മോക്ഷപ്രാപ്തി കിട്ടും, മോക്ഷം കിട്ടും. 18 പടിയും ചവിട്ടണം. അപ്പോൾ കാമക്രോധ ലോഭ മോഹ മതമാത്സര്യങ്ങളൊക്കെ വെടിഞ്ഞ് ഓരോ പടികളും താണ്ടി ഞാൻ അത്രയും പരിശുദ്ധനായി തീർന്നെന്ന് വരുമ്പോഴാണ് ആ മോക്ഷപ്രാപ്തി എന്ന് പറയുന്നത്. ഇതുപോലെ ഈ 21 ഓങ്കാരം എന്ന് പറയുമ്പോൾ ഓം പ്രണവ മന്ത്രമാണ് ആദ്യം. പ്രണവത്തിന് ഏത് മന്ത്രം ചെല്ലും ഓം നമോ നാരായണായ, ഓം നമ ശിവായ, അങ്ങനെ ആ പ്രണവ മന്ത്രം ആണ് മന്ത്രത്തിന് ശക്തി ഉണ്ടാക്കണം. ഓങ്കാരം, അതാണ് ഗണപതിയുടെ ആ ഓങ്കാരം കാണിക്കുന്നത്. ഓമിന് ഭയങ്കര ആ ഊമ എന്നുള്ള ഓങ്കാരം നമ്മൾ ആദ്യമൊക്കെ പഠിപ്പിക്കും യോഗീശ്വരന്മാർ. ഒരു പ്ലെയിൻ ഇങ്ങോട്ട് വന്ന എന്നെയൊക്കെ പഠിച്ചിട്ട് സാർമാർ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുള്ളൂ. ഒരു പ്ലെയിൻ ഇങ്ങനെ എന്ന് പറയുമ്പോൾ ആന്ന് ഓ മാ എന്ന് പറയുമ്പോൾ തീർന്നത് ആ ഊമ. അപ്പോൾ ശരിക്കും തലയിൽ മുകളിൽ ഓങ്കാരം ജപിച്ച് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നുള്ള ആരോഹണ അവരോഹണത്തിൽ ആ ഓങ്കാരം എടുക്കാനുള്ള പഠിപ്പ് വേണം. അങ്ങനെ പ്രണവം ജപിച്ച് കഴിയുമ്പോൾ അതിന് പവർഫുൾ. ഓം 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പം അങ്ങനെ പ്രണവ മന്ത്രത്തിന് ശക്തി ഉണ്ട്. ഓം എണ്ണുമ്പോഴാണ് മന്ത്രത്തിന് ശക്തി കൂടുതൽ. അപ്പം അങ്ങനെ പ്രണവ മന്ത്രമൊക്കെ ജപിച്ച് ഈ സഹസ്രാര ചക്രത്തിലൂടെ പോരുന്നതാണ് സമാധി അവസ്ഥ. സമാധി ഇരുത്തുമ്പോൾ എല്ലാവരും ഇങ്ങനെ സുഖമായിട്ട് ആസ്പത്രി കിടന്ന്, കൊറോണയിലൊക്കെ ആസ്പത്രി കിടന്ന് ചത്തുവരെയും കൊണ്ടുവന്ന് സമാധിയൊക്കെ ഇരുത്തി പലയിടത്തും കണ്ടിട്ടുണ്ട്. അത് ശരിയായ ഒരു സമാധിയായിട്ട് ഞാൻ കാണുന്നില്ല. ഇനി വല്ല അറിവുള്ളവർ തിരുത്താൻ ഞാൻ തയ്യാറാണ്. മരണത്തെ ജയിക്കാൻ വേണ്ടി നമുക്ക് ആർക്കും സാധിക്കില്ല. മരണം സുനിശ്ചിതമാണ്. ജനിച്ചാൽ മരണം സുനിശ്ചിതമാണ്. ഇനി പുതിയ ശാസ്ത്രം പലതും കണ്ടുപിടിച്ചു വരണം. ഇതുവരെയുള്ള ശാസ്ത്രത്തിലില്ല, സനാതന ധർമ്മത്തിലും ഇല്ല. പിന്നെ മരിക്കാതിരുന്നാലുള്ള കുഴപ്പവും പറയുന്നുണ്ട്. അത് ചുരുക്കി പറഞ്ഞാൽ ഒരാൾ 100 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് ആയുസ് നീട്ടിത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന കുളത്തിൽ പോയി നീ കുളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്ന് ഇയാൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് വയസ്സ് 200 അപ്പോൾ മരണമൊന്നുമില്ല. അപ്പോൾ അവിടെ നോക്കിയപ്പോൾ അവിടെ കുറേ ആളുകൾ ഇരിക്കണം. പിന്നെ അടുത്ത ഇത് കഴിഞ്ഞപ്പോൾ വയസ്സായിട്ട് എഴുന്നേറ്റ് കിടക്കാൻ പറ്റണില്ല. അപ്പോൾ അടുത്ത വരം മേടിക്കണത് എനിക്ക് വയസ്സായ യുവത്വം നിലനിന്ന് ഒരു 400 കൊല്ലമെങ്കിലും കിട്ടണോ. യുവത്വം നിലനിർന്ന് അടുത്ത കുളത്തിൽ ഈ കുളിയൊക്കെ കഴിഞ്ഞ് നിന്നപ്പോൾ ഉണ്ട് അവിടെ ഭയങ്കര തർക്കവും ഒച്ചയും. കാരണം എൻ്റെ അച്ഛൻ്റെ സ്വത്ത് ഇപ്പം 4ാമത്തെ തലമുറയാണ്, അവന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛനെ എനിക്ക് തന്നിട്ട് വേണ്ടേ. അച്ഛൻ ദേ ഇരിക്കണം, അടുത്ത തലമുറ ഇരിക്കണം. ഈ തരാതെ ഞാനെങ്ങനെ അവർ തമ്മിൽ ഭയങ്കര അടിയാണ് അവിടെ.
അവസാനം ഈ തത്വം മനസ്സിലാക്കിയപ്പോൾ ആയുസ് നീട്ടി കിട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പം അത് നമ്മൾ ചില കാര്യങ്ങൾ ജനിച്ചാൽ മരിക്കും, അത് ഉറപ്പാണ്. അതിന് എന്ത് മന്ത്രം ജപിച്ച് കിട്ടിയാലും ഇന്ന് വരെയുള്ള ചരിത്രങ്ങളിൽ ആരും ജീവിച്ചിരുന്ന് കാണുന്നില്ല. നന്ദി സ്വാമി.